എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറേ കാലമായി. ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ വീഡിയോസ് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാൻ പോവുകയാണ്. കപ്പലണ്ടി മുട്ടായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുഞ്ഞിലെ തൊട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് കപ്പലണ്ടി മുട്ടായി. അപ്പം നമ്മൾ കപ്പലണ്ടി മുട്ടായി ആണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു പാത്രം വറുത്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അരക്കിലോ അല്ലേ? അരക്കിലോ ശർക്കരയാണ് ഇതിൻ്റെ കൂടെ എടുത്തേക്കുന്നത്. ഇതിന് പാകത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ഇതുപോലൊരു പാത്രം എടുക്കുക. ഇതിനകത്തേക്ക് നെയ്യ് തൂത്ത് കൊടുക്കുക. നമ്മൾ ഈ നെയ്യാണ് തൽക്കാലം എടുത്തേക്കുന്നത്. നമുക്കിത് തൂത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലോണം തൂത്ത് കൊടുക്കണം. ഇത് തൂക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കുന്നത് നമ്മുടെ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് ഇതിലേക്കാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തൂത്ത് റെഡിയാക്കി വെക്കണം. ഇത് കുറച്ചുകൂടെ പറ്റാനുണ്ട്. എത്ര സ്പൂൺ നെയ്യ് ഇടണം? ഒരു സ്പൂൺ ഇടാം. ഒരു സ്പൂൺ നെയ്യ് മതി. ഇടാം. അടച്ചു. ഇതാണ്ട് ഈ ഒരു പരുവാകും വരെ നമ്മൾ പറ്റിച്ചെടുക്കണം. ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് വരുന്ന വരെ മിക്സ് ചെയ്തു. ഫുള്ളിട്. അങ്ങനെ മിക്സ് ചെയ്യും. ഇങ്ങനെ മിക്സ് ചെയ്യും. മതി 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 മിക്സ് ചെയ്യാൻ മതി. നെയ്യ് തടവി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഇതൊന്ന് പരത്തി കൊടുക്കുക ചോദിച്ചു. മാത്രം നെയ്യ് സ്പൂണ് കുട്ടി എന്തായാലും മതി. സ്പൂൺ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലോണം അങ്ങ് നിരപ്പാക്കി കൊടുക്കണം. എത്ര സമയം ഇരിക്കണമായിരിക്കും ഇത്? അരമണിക്കൂർ ഇരിക്കട്ടെ. അരമണിക്കൂറിന് ശേഷം എടുക്കാം. സെറ്റാവാൻ അരമണിക്കൂർ എടുക്കും അല്ലേ?
ഊണിൻ്റെ ചുവട്ടിലെ നെയ്യ് തടവിയിട്ട് അങ്ങനെ ഇനി ഇത് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് നോക്കാം. നമ്മുടെ മുട്ടായി കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒടിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഒടിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റോടു കൂടി കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ഹോം മെയ്ഡായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.